നമസ്കാരം. മിഡിസ്റ്റോറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുതിയ ടാക്സി സേവന നിയമത്തിന് മുന്നോടിയായി സൗദിയിൽ നിയമങ്ങൾ കർശനമാക്കുന്നു. സ്വകാര്യ വാഹനം ഉപയോഗിച്ച് ടാക്സി സർവീസ് നടത്തുന്നവരുടെ വാഹനം പിടിച്ചെടുക്കും. 500 രൂപ പിഴ ഈടാക്കും. നടപടി സ്വദേശീവൽക്കരണത്തിന്റെ ഭാഗമായി. കുവൈത്തിൽ ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റിനായുള്ള കമ്പനി രൂപീകരണം അന്തിമഘട്ടത്തിൽ. കമ്പനിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി ബോർഡ് രൂപീകരിച്ചു. പ്രഖ്യാപനം ഉടൻ. സർക്കാർ നീക്കം റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങൾ അമിതമായി പണം ഈടാക്കുന്നതായ പരാതിയെ തുടർന്ന്. വിശദമായ വാർത്തകളിലേക്ക്. സ്വകാര്യ വാഹനം ഉപയോഗിച്ച് ടാക്സി ഓടുന്ന വിദേശികളിൽ നിന്ന് 5000 റിയാൽ ഈടാക്കി വാഹനം പിടിച്ചെടുക്കുമെന്ന് സൗദി ഗതാഗത മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. സ്വദേശി പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി പുതിയ ടാക്സി സേവനം തുടങ്ങുന്നതിന് മുന്നോടിയാണ് നിയമം കർശനമാക്കുന്നത്. ഗതാഗത മന്ത്രാലയത്തിന്റെ നിബന്ധനകൾക്ക് വിധേയമായി സ്വന്തം വാഹനം ഉപയോഗിച്ച് സ്വദേശികൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള അവസരം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് വിദേശികൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. അനധികൃതമായി ടാക്സി സർവീസ് നടത്തുന്ന വിദേശികളുടെ വാഹനം പിടിച്ചെടുക്കും. അതോടൊപ്പം 5000 റിയാൽ പിഴയും നൽകേണ്ടി വരും. ഇലക്ട്രോണിക് ആപ്പിന്റെ സഹായത്തോടെ ടാക്സി സേവനം നൽകുന്ന സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത സ്വദേശികൾക്ക് സ്വന്തം വാഹനം ഉപയോഗിച്ച് തൊഴിലെടുക്കാനുള്ള സൗകര്യമാണ് മന്ത്രാലയം ഒരുക്കുന്നത്. 20നും 60നും ഇടയ്ക്ക് പ്രായമുള്ള സ്വന്തമായി വാഹനവും ഡ്രൈവിംഗ് ലൈസൻസുമുള്ള സ്വദേശികൾക്കാണ് സ്വയം തൊഴിൽ പദ്ധതിയിൽ ചേരാനാവുക. ഇത്തരത്തിൽ തൊഴിലെടുക്കാൻ ആവശ്യമായ എണ്ണം സ്വദേശികൾ മുന്നോട്ട് വന്നതിനാൽ ഈ മേഖലയിലെ സേവനത്തിന് വിദേശികളെ അനുവദിക്കില്ലെന്ന് ഗതാഗത മന്ത്രാലയം വ്യക്തമാക്കി. വാഹനത്തിന് മന്ത്രാലയം നിശ്ചയിച്ച ഗുണനിലവാരമുണ്ടായിരിക്കുക, മന്ത്രാലയം നൽകുന്ന പരിശീലനം പൂർത്തിയാക്കുക എന്നിവയും ഈ സേവനത്തിന് അനിവാര്യമാണ്. വിദേശികളെ ജോലിക്ക് നിശ്ചയിക്കരുതെന്ന് ഇത്തരത്തിൽ സേവനം നൽകുന്ന കമ്പനികൾക്കും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സ്പോൺസർമാരും സ്ഥാപനങ്ങളും തങ്ങളുടെ കീഴിലെ വിദേശ ജോലിക്കാർ ഇത്തരം നിയമലംഘനങ്ങളിൽ കണ്ണിയാവുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. അസ്ഹർ പുള്ളിയിൽ, മീഡിയ 1, റിയാദ്. തൊഴിലാളികളുടെ ശമ്പളം വൈകിച്ച കമ്പനിക്കെതിരെ സൗദി തൊഴിൽ മന്ത്രാലയത്തിന്റെ ഇടപെടൽ. എത്രയും വേഗം ശമ്പളം കൊടുത്തു തീർക്കണമെന്ന് തൊഴിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് ഉത്തരവിട്ടു. കൂടാതെ ജീവനക്കാരുടെ മറ്റ് ബാധ്യതകളും നൽകാൻ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഗസീം പ്രവിശ്യയിലെ ഉനൈസിലെ കമ്പനിയിലെ തൊഴിലാളികൾക്ക് മാസങ്ങളായി വേതനം വൈകിയത് കഴിഞ്ഞ ദിവസം വാർത്തയായിരുന്നു. തൊഴിൽ മന്ത്രാലയ ഉദ്യോഗസ്ഥർ നടത്തിയ തൊഴിൽ പരിശോധനയിൽ സ്ഥാപനത്തിലെ ക്രമക്കേടുകൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. സൗദി തൊഴിൽ മന്ത്രാലയം അൽ ഖസീം പ്രവിശ്യയിലെ സ്ത്രീകളുടെ വസ്ത്രങ്ങളും കോസ്മെറ്റിക്സും വിൽക്കുന്ന സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി. മന്ത്രാലയത്തിന് കീഴിലെ മേഖലാ പരിശോധനാ വിഭാഗം നടത്തിയ വ്യത്യസ്ത പരിശോധനകളിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയത്. സ്ത്രീകളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങളിൽ പരിശോധന തുടരുമെന്നും നിയമലംഘകർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും തൊഴിൽ മന്ത്രാലയ ഒനൈസ ഓഫീസ് മേധാവി തുർക്കി അൽമാനി പറഞ്ഞു. കുവൈത്തിൽ ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റിനായുള്ള കമ്പനി രൂപീകരണം അന്തിമഘട്ടത്തിൽ. കമ്പനിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി ബോർഡ് രൂപീകൃതമായതായും പ്രഖ്യാപനം ഉടനുണ്ടാവുമെന്നും തൊഴിൽ സാമൂഹികക്ഷേമ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി മദാർ അൽ മുതൈരി പറഞ്ഞു. ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് കമ്പനി യാഥാർത്ഥ്യമാക്കുന്നതിനു മുന്നോടിയായി സാധ്യതാ പഠനം നടത്തിയ അൽഷാൽ എക്കണോമിക് കൺസൾട്ടേഷൻ എന്ന കമ്പനി കഴിഞ്ഞ മാസം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി കമ്പനി പ്രഖ്യാപനത്തോടടുത്തുവെന്നാണ് തൊഴിൽ മന്ത്രാലയം അണ്ടർ സെക്രട്ടറിയുടെ പ്രസ്താവന സൂചിപ്പിക്കുന്നത്. ജനറൽ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി, കോഓപ്പറേറ്റീവ് സൊസൈറ്റി യൂണിയൻ എന്നിവയുടെ സംയുക്ത സംരംഭമായാണ് ഡൊമസ്റ്റിക് ലേബർ റിക്രൂട്ടിംഗ് കമ്പനി പ്രവർത്തിക്കുക. കമ്പനിയിൽ മുതൽ മുടക്കുന്നതിന് കോഓപ്പറേറ്റീവ് സൊസൈറ്റി യൂണിയന് 1.8 മില്യൺ ദിനാർ വായ്പ നൽകിയതായും മദാർ അൽ മുതൈരി വെളിപ്പെടുത്തി. കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് 60%, പബ്ലിക് അതോറിറ്റി ഫോർ ഇൻവെസ്റ്റ്മെന്റ്, കുവൈറ്റ് എയർവേസ്, അമീരി ദിവാൻ, സാമൂഹ്യ സുരക്ഷാ അതോറിറ്റി എന്നിവയ്ക്ക് 10% വീതം എന്നിങ്ങനെയായിരിക്കും നിർദ്ദിഷ്ട കമ്പനിയിൽ നിക്ഷേപ പങ്കാളിത്തം. റിക്രൂട്ടിംഗ് സ്ഥാപനങ്ങൾ അമിതമായി പണമീടാക്കുന്നതായ പരാതികൾ വ്യാപകമായതിനെ തുടർന്നാണ് കമ്പനി രൂപീകരണത്തിന് സർക്കാർ മുന്നിട്ടിറങ്ങിയത്. മീഡിയ 1, കുവൈറ്റ് സിറ്റി. കുവൈത്തിൽ പൗരത്വരേഖ കൈവശം വയ്ക്കാത്ത പോളിംഗ് സ്റ്റേഷനിൽ എത്തുന്നവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം. പൗരത്വ സർട്ടിഫിക്കറ്റിന് കേടുപാടുകൾ സംഭവിക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പാസ്പോർട്ട് പൗരത്വകാര്യ വകുപ്പിൽ നേരിട്ട് ചെന്ന് താൽക്കാലിക രേഖ സമ്പാദിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. താൽക്കാലിക പൗരത്വരേഖയ്ക്ക് തെരഞ്ഞെടുപ്പ് ദിവസമായ ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ നിയമസാധുതയുണ്ടായിരിക്കുകയുള്ളൂവെന്നും പൗരത്വകാര്യ വിഭാഗം അറിയിച്ചു. യുഎഇയുടെ 45ാം ദേശീയ ദിനാഘോഷങ്ങൾക്ക് തുടക്കം. ബർദുബൈ പോലീസിന്റെ നേതൃത്വത്തിൽ വിപുലമായ പരേഡ് നടന്നു. മറ്റു പോലീസ് സ്റ്റേഷനുകളിലും സർക്കാർ കേന്ദ്രങ്ങളിലും പരേഡ് ഉൾപ്പെടെയുള്ള ആഘോഷ പരിപാടികൾ അരങ്ങേറി. ബർദുബൈ പോലീസ് ആസ്ഥാനത്ത് നടന്ന ദേശീയ ദിനാഘോഷ പരിപാടികളിൽ നൂറുകണക്കിന് പോലീസ് സേനാ വിഭാഗങ്ങൾ അണിനിരന്നു. യുഎഇ പതാകയുടെ നിറച്ചാർത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ. ആകാശത്ത് കൂറ്റൻ വർണ്ണബലൂണുകൾ ഉയർന്നു പറന്നു. പാരമ്പര്യ വസ്ത്രമണിഞ്ഞ കുരുന്നുകളുടെ സജീവ പങ്കാളിത്തമായിരുന്നു ആഘോഷത്തിന്റെ മറ്റൊരു പുതുമ.
പോലീസ് വേഷം ധരിച്ചും കളിത്തോക്കുകളേന്തിയും കുട്ടികൾ പരിപാടിക്ക് ഹൃദ്യത പകർന്നു. ദുബൈ KMCC ഘടകവും പരേഡിൽ സംബന്ധിച്ചു. പോലീസ് ബാൻഡ് വാദ്യ സംഘങ്ങളും പരേഡിന് പൊലിമ പകരാൻ എത്തിയിരുന്നു. വിവിധ കലാപരിപാടികളും ചിത്രീകരണവും പരേഡിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിരുന്നു. നിരവധി കുതിരപടയാളികളും പരേഡിൽ അണിനിരന്നു. ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംബന്ധിച്ചു. മീഡിയ 1 ദുബൈ. UAE ദേശീയ ദിനാഘോഷ ഭാഗമായി ബർദുബൈ പോലീസ് ഒരുക്കിയ പരേഡിൽ ഇത്തവണയും കാർ പ്രേമിയായ മലയാളി യുവാവ് താരമായി. ബേക്കൽ ഹദാദ് നഗർ സ്വദേശി ഇക്ബാൽ അബ്ദുൽ ഹമീദാണ് ആകർഷകമായ രീതിയിൽ സ്വന്തം കാർ അലങ്കരിച്ച് ദുബായ് പോലീസിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. പിന്നിട്ട 6 വർഷങ്ങളിലും ഇക്ബാൽ അബ്ദുൽ ഹമീദ് തന്റെ അലങ്കരിച്ച കാറുമായി ദേശീയ ദിനാഘോഷ പരിപാടികളിൽ സജീവമാണ്. ഇക്കുറിയും ആ പതിവ് തെറ്റിച്ചില്ല. UAEയിൽ ബിസിനസ്സുകാരനായ ഇക്ബാൽ തന്റെ ഫെറാരി കാറുമായാണ് മത്സരത്തിന് എത്തിയത്. ഇത്തവണയും അലങ്കാരം വ്യത്യസ്തമായിരുന്നു. ഭരണാധികാരികളുടെ ചിത്രങ്ങളും നാണയ മാതൃകയും UAE ദേശീയഗാനത്തിന്റെ കാലിഗ്രാഫിയും ആകർഷക രീതിയിലാണ് കാറിന് പുറത്ത് സ്റ്റിക്കറിലൂടെ ചിത്രീകരിച്ചത്. അൽഹംദുലില്ലാഹ്, വളരെയധികം സന്തോഷം. അതിനോടൊപ്പം ഇതിനുള്ള അവസരം ഒരുക്കി തന്ന ഇവിടുത്തെ ഭരണാധികാരികൾ, ഈ രാജ്യത്തോടും ഈ ഭരണാധികാരികളോടും അതുപോലെ ദുബായ് പോലീസിനോടും എൻ്റെ ഹൃദയമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ചെറുപ്പം തൊട്ടേ കാറുകളോടും ഡ്രൈവിങ്ങിനോടും വർദ്ധിച്ച താല്പര്യമായിരുന്നു ഇക്ബാലിന്. പ്രവാസ മണ്ണിലും ആ ഭ്രമം കൈവിട്ടില്ല. പിന്നിട്ട് 6 തവണയും പരേഡിലെ കാർ അലങ്കരിക്കൽ വിഭാഗത്തിൽ 1ാം സ്ഥാനം ഇക്ബാലിന് തന്നെയായിരുന്നു. വ്യത്യസ്ത ആഡംബര വാഹനങ്ങളായിരുന്നു മുൻ വർഷങ്ങളിലും. ആലിയ അൽഹത്പൂർ ഗ്രൂപ്പ് ചെയർമാനായ ഇക്ബാൽ ജീവകാരുണ്യ രംഗത്തും സജീവമാണ്. IAH എന്ന ട്രസ്റ്റിന് ചുവടെ ജനുവരിയിൽ നാട്ടിൽ വിപുലമായ സമൂഹ വിവാഹം നടത്താനുള്ള ഒരുക്കത്തിൽ കൂടിയാണിപ്പോൾ ഇക്ബാൽ. മീഡിയ 1 ദുബൈ. കുവൈത്ത് ദേശീയ പതാകയ്ക്ക് 55 വയസ്സ്. 1961 നവംബർ 24-ന് സീഫ് പാലസിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിലാണ് 4 നിറങ്ങളിലുള്ള നിലവിലെ ദേശീയ പതാക ആദ്യമായി വാനിലേക്ക് ഉയർന്നത്. ചുവപ്പ് പശ്ചാത്തലത്തിൽ കുവൈത്ത് എന്ന് വെള്ളനിറത്തിൽ ആലേഖനം ചെയ്തതായിരുന്നു 1961 നവംബർ 23 വരെ കുവൈത്തിന്റെ ഔദ്യോഗിക കൊടിയടയാളം. കുവൈത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഷെയ്ഖ് അബ്ദുള്ള അൽ സാലിം അൽ സബാഹിന്റെ ഭരണകാലത്താണ് പതാക അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി 4 വർണ്ണങ്ങളിലുള്ള നിലവിലെ ദേശീയ പതാക ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത്. സീഫ് പാലസിൽ നടന്ന ചടങ്ങിൽ ഷെയ്ഖ് സയ്യിദ് അബ്ദുള്ള അൽ സാലിം അൽ സബാഹാണ് പുതിയ പതാക ആദ്യമായി ഉയർത്തിയത്. ഇതിനുശേഷം 2 വർഷം കഴിഞ്ഞാണ് ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് കുവൈത്തിന്റെ ദേശീയ പതാക സ്ഥാനം പിടിച്ചത്. 1963 അന്ന് വിദേശകാര്യമന്ത്രിയായിരുന്ന ഇന്നത്തെ അമീർ ഷെയ്ഖ് സബാൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹാണ് UN ആസ്ഥാനത്ത് കുവൈത്ത് പതാക ഉയർത്തിയത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ചിഹ്നമായി ചതുർവർണ്ണ പതാകയെ നെഞ്ചേറ്റുന്നതോടൊപ്പം ഔദ്യോഗിക സ്ഥാനം നഷ്ടമായ പഴയ ചെങ്കൊടിയെയും രാജ്യപൈതൃകത്തിന്റെ അടയാളമായി കുവൈത്ത് ജനത ഇന്നും ഒപ്പം നിർത്തുന്നുണ്ട്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ദുബായ് വിമാനത്താവളം സഞ്ചാരികൾക്ക് കൂടുതൽ പ്രിയപ്പെട്ടതാകുന്നു. ഒക്ടോബറിൽ 6,42 ലക്ഷം യാത്രക്കാരാണ് ദുബായ് വഴി എത്തിയത്. ഈ വർഷം ഇതിനകം 6.9 കോടിയിലേറെ ആളുകളും എത്തി. മുൻ മാസത്തേക്കാൾ 2.7%, കഴിഞ്ഞ വർഷത്തേക്കാൾ 6.8% അധികം യാത്രികരാണ് ദുബായ് വിമാനത്താവളം ഉപയോഗിച്ചത്. കൂടുതൽ ടിക്കറ്റുകളും പതിവ് പോലെ ഇന്ത്യയിലേക്കായിരുന്നു. 9 ലക്ഷത്തിലേറെ പേർ. ബ്രിട്ടനിലേക്ക് 5 ലക്ഷത്തോളം പേരും സൗദിയിലേക്ക് 3.4 ലക്ഷം പേരും യാത്ര ചെയ്തു. 35,294 വിമാന സർവീസുകളാണ് നടന്നത്. ചരക്കു നീക്കത്തിലും മികച്ച വർധന രേഖപ്പെടുത്തി. 2.3 ലക്ഷം ടൺ സാധന സാമഗ്രികളാണ് വിമാനത്താവളം മുഖേന അയച്ചത്. പോയ വർഷം ഈ സമയം നടന്ന ചരക്കു നീക്കത്തേക്കാൾ 9.5% അധികമാണിത്. കാർഗോ നീക്കത്തിൽ ഏറ്റവും മികച്ച വർധനയാണിതെന്ന് ദുബായ് വിമാനത്താവള CEO പോൾ ഗ്രിഫിത്സ് വ്യക്തമാക്കി. ഈ വർഷം അവസാനത്തോടെ 8.3 കോടി യാത്രക്കാർ എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. മീഡിയ 1 ദുബായ്. യുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റ്. സമുദ്രം പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് കടലിൽ പോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊടിക്കാറ്റിനൊപ്പം മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മലപ്പുറം എടരിക്കോട് പാലച്ചിറമാട് സ്വദേശി സൈദലവി ഹാജി എന്ന കുഞ്ഞുട്ടി 63 വയസ്സ് ജിദ്ദയിൽ നിര്യാതനായി. പരേതരായ മുഹമ്മദ് ഹാജിയുടെയും ഐഷുമ ഹജ്ജുമ്മയുടെയും മകനാണ്. ഖബറടക്കം ജിദ്ദയിൽ നടക്കും. പൂച്ചയുമായി കളിക്കുന്നതിനിടെ കിണറ്റിൽ വീണ് 3 കുഞ്ഞുങ്ങൾ മരിച്ചു. അലൈൻ നൌഫ് ഭാഗത്ത് താമസിക്കുന്ന സ്വദേശി കുടുംബങ്ങളിലെ കുട്ടികളാണ് മരിച്ചത്. പൂച്ചക്കുട്ടിയുമായി കളിക്കുകയായിരുന്നു. അടുത്ത വീടുകളിലെ 3ഉം 4ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളും മരിച്ചവരിൽ ഉൾപ്പെടും.
ഖത്തറിലെ താഴ്ന്ന വരുമാനക്കാരായ ഏഷ്യൻ തൊഴിലാളികൾക്കായി ദോഹയിൽ സംഘടിപ്പിക്കുന്ന 15ാമത് ഏഷ്യൻ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നാളെ നടക്കും. പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷന്റെയും ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെയും ഖത്തർ ചാരിറ്റിയുടെയും രക്ഷാധികാരത്തിൽ ഇന്ത്യൻ ഡോക്ടേഴ്സ് ക്ലബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പ് GCCയിലെ ഏറ്റവും വിപുലമായ സൗജന്യ മെഡിക്കൽ ക്യാമ്പായിരിക്കും. തുമമ ഹെൽത്ത് സെന്ററിൽ നാളെ കാലത്ത് 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നടക്കുന്ന ക്യാമ്പിന്റെ പ്രമേഹത്തെ വരുതിയിലാക്കുക എന്നതാണ്. കന്നഡ സിനിമയിലെ വളർന്നുവരുന്ന 2 താരങ്ങൾ ഷൂട്ടിങ്ങിനിടെ മരിക്കാനിടയായ സംഭവം വിവേകമില്ലാത്ത നടപടിയുടെ ഫലമാണെന്ന് കന്നഡ ചലച്ചിത്ര താരം ഡോക്ടർ ശിവരാജ് കുമാർ ദോഹയിൽ പറഞ്ഞു. കർണാടക സിനിമാ ഇൻഡസ്ട്രി മുഴുവൻ മരിച്ച 2 നടന്മാരുടെയും കുടുംബത്തോടൊപ്പമുണ്ടെന്നും ശിവരാജ് കുമാർ അറിയിച്ചു. നിരവധി മികച്ച താരങ്ങളുള്ള സിനിമാ ഇൻഡസ്ട്രിയാണ് മലയാളത്തിന്റേതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്വത്തം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മറ്റ് സംസ്കാരങ്ങളെയോ ഭാഷകളെയോ നാഗരികതകളെയോ സാംശീകരിക്കുമ്പോഴാണ് സമൂഹം പുരോഗതി പ്രാപിക്കുന്നതെന്ന് സാഹിത്യകാരൻ KP രാമനുണ്ണി അഭിപ്രായപ്പെട്ടു. മതത്തിന്റെ പേരിലാണ് ലോകത്ത് വലിയ കൂട്ടക്കൊലകൾ നടക്കുന്നതെന്ന് പറയുന്നത് തെറ്റാണെന്നും കൂടുതൽ കൂട്ടക്കൊലകളും നടത്തിയിട്ടുള്ളത് മതേതരമായിട്ടുള്ള ദേശരാഷ്ട്രങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാംശീകരണവും അധിനിവേശവും മനുഷ്യ സംസ്കാരങ്ങളിൽ എന്ന വിഷയത്തിൽ യൂത്ത് ഇന്ത്യ ജിദ്ദയിൽ സംഘടിപ്പിച്ച സംവാദ സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഷമീം VK അധ്യക്ഷത വഹിച്ചു. റഫാത്ത് സ്വാഗതവും മുനീർ നന്ദിയും പറഞ്ഞു. കുവൈത്തിലെ തക്കാര ഗ്രൂപ്പിന്റെയും ഹോളി സ്വീറ്റ്സിന്റെയും സംയുക്ത സംരംഭമായ കേരള എക്സ്പ്രസ് ഫ്യൂഷൻ റെസ്റ്റോറന്റ് ഫഹാഹിലിൽ പ്രവർത്തനം തുടങ്ങി. ഫഹാഹിലിലെ ഒലിവ് മാൾട്ട് ബിൽഡിംഗിൽ തുടങ്ങിയ കേരള എക്സ്പ്രസിന്റെ ഉദ്ഘാടനം ഇന്ത്യൻ എംബസി ലേബർ അറ്റാഷെ തോമസ് ജോസഫ്, തക്കാര ഗ്രൂപ്പ് ചെയർമാൻ ഹമൂദ് അൽ ഫദി എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ചടങ്ങിൽ ചലച്ചിത്ര പ്രവർത്തകരായ അടൂർ ഗോപാലകൃഷ്ണൻ, ബാലു കിരിയത്ത്, സൂര്യ കൃഷ്ണമൂർത്തി, ലണ്ടനിലെ ഹലാൽ റെസ്റ്റോറന്റ് മാനേജിംഗ് ഡയറക്ടർ ഉസ്മാൻ ഹാജി, ഹോളി സീഡ് ഡയറക്ടർ K ബഷീർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കുവൈത്തിലെ നാസർ അൽ ബദ ട്രേഡിംഗ് കമ്പനി ഫെസ്റ്റീവ് നൈറ്റ് സംഘടിപ്പിച്ചു. NBTC ആസ്ഥാനത്ത് നടന്ന 11ാം വാർഷിക പരിപാടിയിൽ കമ്പനി ജീവനക്കാരുൾപ്പെടെ 10,000-ലേറെ പേർ പങ്കെടുത്തു. ഇന്ത്യൻ സ്ഥാനപതി സുനിൽ ജെയിൻ ഫെസ്റ്റീവ് നൈറ്റ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS, ചലച്ചിത്ര സംവിധായകരായ ശ്രീകുമാരൻ തമ്പി, ബ്ലസ്സി, IV ശശി, കഥാകൃത്ത് സേതു, മജീഷ്യൻ ഗോപിനാഥ് മുദ്ഗാട്, നടിയും നർത്തകിയുമായ റീമ കല്ലിങ്കൽ, വ്യവസായ പ്രമുഖൻ മുഹമ്മദ് അലി തുടങ്ങിയവർ സംബന്ധിച്ചു. ചെയർമാൻ മുഹമ്മദ് അൽ ബദ്ദ ആമുഖ സന്ദേശം നൽകി. മാനേജിംഗ് ഡയറക്ടർ KG എബ്രഹാം അധ്യക്ഷനായിരുന്നു. കമ്പനിയുടെ ആദ്യകാല ജീവനക്കാരെ ചടങ്ങിൽ ആദരിച്ചു. സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന ഭവനങ്ങളുടെ താക്കോൽദാനം അംബാസഡർ നിർവഹിച്ചു. മുതുകാടം സംഘവും അവതരിപ്പിച്ച മായാജാലവും ഷാഡോ ആർട്ടിസ്റ്റ് പ്രഹ്ലാദാചാര്യയുടെ കലാപ്രകടനവും സംഗീത സംവിധായകൻ M ജയചന്ദ്രൻ നയിച്ച സംഗീത വിരുന്നും പരിപാടിയെ ആകർഷകമാക്കി. വിജയ് യേശുദാസ്, വിധു പ്രതാപ്, രാജലക്ഷ്മി, സയനോര, സിതാര തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ബഹ്റൈനിൽ പ്രമുഖ ബിസിനസ് ശൃംഖലയായ LP ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഉടമസ്ഥതയിലുള്ള പയോളി ട്രേഡിംഗിന്റെ ജുഫൈറിൽ ആരംഭിച്ച പുതിയ ശാഖ സിനിമാ താരം നാദിർഷ ഉദ്ഘാടനം ചെയ്തു. ആധുനിക ബാത്റൂം ഫിറ്റിംഗ് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരമുള്ള സ്വന്തം ബ്രാൻഡുമായാണ് LP ഗ്രൂപ്പ് പ്രവർത്തനം തുടങ്ങിയത്. 7 വർഷത്തെ ഗ്യാരണ്ടിയുള്ള ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് മിതമായ നിരക്കിൽ ലഭ്യമാക്കുമെന്ന് സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ലത്തീഫ് പയ്യോളി അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. മൊബൈൽ ഫോൺ ആക്സസറീസ് ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് വിപുലമായ ശേഖരവുമായി ഐഡിയ ഇന്റർനാഷണൽ ട്രേഡിംഗിന്റെ പുതിയ ശാഖ ബഹ്റൈനിലെ മനാമയിൽ പ്രവർത്തനം തുടങ്ങി. സിനിമാ താരം സനുഷ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബഹ്റൈനിൽ 10ഓളം സംരംഭങ്ങളുള്ള ബിസിനസ് കൂട്ടായ്മയാണ് മനാമയിലെ ജിൻഡോൾ ഹോട്ടലിന് എതിർവശത്തായി പുതിയ ഔട്ട്ലെറ്റ് തുടങ്ങിയത്. വിലക്കുറവും മൊബൈൽ ഫോൺ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും പുതിയ ശേഖരവുമായിരിക്കും സ്ഥാപനത്തിന്റെ പ്രത്യേകതയെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഷാർജ അബുഷഗാറയിൽ മലനാട് റെസ്റ്റോറന്റ് ഡോക്ടർ ആസാദ് മൂപ്പൻ ഉദ്ഘാടനം ചെയ്തു. മാനേജിംഗ് പാർട്ണർമാരായ അബ്ദുൽ നാസർ തായൽ, ഉദയകുമാർ, അബ്ദുറഹ്മാൻ ഹാജി മാണിക്കോത്ത്, MES മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ പങ്കെടുത്തു. AGIS അറ്റ്ലസ് ഇന്റർനാഷണൽ കോളേജ് റാസൽ ഖൈമയുടെയും ഇന്റർനാഷണൽ കോളേജ് അജ്മാനിന്റെയും 3ാമത് ബിരുദദാന ചടങ്ങ് നടന്നു. ഷെയ്ഖ് അബ്ദുള്ള ബിൻ മാജിദ് ബിൻ സയ്യിദ് അൽ നുഐമി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രമീള ദേവി സ്വാഗതം പറഞ്ഞു. മുഹമ്മദ് മുർസിർ മുഖ്യ പ്രഭാഷണം നടത്തി. അറ്റ്ലസ് ഗ്രൂപ്പ് സാരഥികളായ സച്ചിൻ പാട്ടീൽ, M അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംബന്ധിച്ചു. തൊഴിലന്വേഷകരായ വനിതകൾക്ക് മാത്രമായി ഖത്തറിൽ കരിയർ ഗൈഡൻസ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. യൂത്ത് ഫോറത്തിന്റെ കരിയർ അസിസ്റ്റന്റ് വിഭാഗമായ കെയറിന്റെ ആഭിമുഖ്യത്തിൽ നവംബർ 26 ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് ന്യൂഐജയിലെ യൂത്ത് ഫോറം ഹാളിലാണ് പരിപാടി. കരിയർ ട്രെയിനർമാരായ അപർണ ശ്രീരാം, അപർണ റനീഷ് തുടങ്ങിയവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകും. കൂടുതൽ വിവരങ്ങൾക്ക്
50486070 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇക്ര അഥവാ വായിക്കുക എന്ന തലക്കെട്ടോടെ ദോഹയിൽ നടക്കുന്ന 27ാമത് ദോഹ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ 33 രാജ്യങ്ങളിൽ നിന്നുള്ള പങ്കാളിത്തമുണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു. മൊത്തം 490 പ്രസാധകർ ഉൾപ്പെടെ 895 സ്റ്റാളുകളാണ് സജ്ജമാക്കുക. ഈ മാസം 30 മുതൽ ഡിസംബർ 10 വരെ ഖത്തർ നാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന മേളയിൽ കുട്ടികളുടെ പുസ്തകങ്ങളുമായി 90 പ്രസാധകരാണ് എത്തുന്നത്. കേരളത്തിൽ നിന്ന് മേളയിൽ പങ്കെടുക്കുന്ന ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൌസ് 50% വിലക്കുറവിൽ പുസ്തകങ്ങൾ ലഭ്യമാക്കുമെന്ന് അറിയിച്ചു. ഇതോടെ മിഡി സ്റ്റവർ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി സ്പെഷ്യൽ എഡിഷൻ പുനഃസംപ്രേഷണം കാണാം. ഗുഡ് നൈറ്റ്.